നമസ്കാരം രാഹുൽ ബ്രോ, ഇ.ടി.വി ഭാരതിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏറ്റവും പുതിയ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുവാണ്. മികച്ചൊരു വേഷം ടൊവിനോ തോമസിനോടൊപ്പം ഉടനീള വേഷമുണ്ട്. പക്ഷെ ആ സിനിമയുടെ വിശേഷം ചോദിക്കുന്നതിന് മുമ്പ് താങ്കളെ കാണുകയാണെങ്കിൽ ആദ്യം ചോദിക്കണമെന്ന് കരുതിയ ഒരു സംഗതിയാണ് ഈ ആവാസ വ്യൂഹത്തിന്റെ ക്ലൈമാക്സ്. ഒരുപക്ഷെ സിനിമ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ സിനിമ കാണുമ്പോൾ അയാളുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനവും പ്രത്യേകിച്ച് മേക്കപ്പ് ആ ചെകുമ്പലൊക്കെ വന്നിട്ട് ആ കഥയും അങ്ങനത്തെ ഒരു വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഗതിയായിരുന്നു. ആ ക്ലൈമാക്സിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചിട്ട് അത് ബാക്കി വിശേഷങ്ങൾ പറയാം. ക്ലൈമാക്സ് എന്നോട് പറഞ്ഞിരുന്നു ഇത് കുറച്ച് ടാസ്ക് ആണ്, കാരണം നമ്മളൊരു പ്രോസഡിക്സ് ഉണ്ടാക്കിയത് കുറച്ച് ബഡ്ജറ്റിലാണ്. അപ്പം നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി എടുത്ത് അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ ഷൂട്ട് കഴിയുന്നവരെ അത് ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഞാൻ നല്ല കുഴപ്പമില്ല. പക്ഷേ അത് ഫുൾ സീക്വൻസ് ഏതാണ്ട് 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അതിനകത്ത് എൻ്റെ പോർഷൻ ഒരു 17 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്തു. മേ ബി ഒരു 4 മണിക്കൂറോളം മേക്കപ്പിനെടുത്തു. അത് കഴിഞ്ഞൊരു എന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് എന്നെ കഴിയാവുന്നിടത്തോളം കംഫർട്ടബിൾ ആക്കി തന്നെയാണ് അത് ചെയ്തത്. എന്നിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പെർഫോം ചെയ്യണ്ടേ, നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഇത് ക്യാരക്ടറിൽ വരാൻ പാടില്ല. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ഔട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ മറക്കുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതായിരുന്നു വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അല്ല, ഒരു ആക്ടറിന്റെ പ്രകടനം എത്രത്തോളം മികച്ചതായിരിക്കണമെന്ന് അറിയണമെങ്കിൽ ആ സിനിമയുടെ സീക്വൻസ് മനസ്സിൽ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കണം. അപ്പൊ എന്തൊരു ഡിഫറൻസ് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ആവാസ വ്യൂഹത്തിലെ ആ ഒരു ക്യാരക്ടറിനോട് വല്ലാത്തൊരു എന്താ പറയാ വിയേർഡായിട്ടുള്ളൊരു ഫീലാണ് പ്രേക്ഷകന് തോന്നുക. ലിറ്ററലി ആ കഥാപാത്രത്തെ കുറിച്ചും ആ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതിനെ കുറിച്ചും ഇല്ല, ഇത് ഞങ്ങൾ അതിനു മുമ്പൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, വൃത്താകൃതിയിലുള്ള ചതുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ കൊണ്ടൊരു സിനിമ ചെയ്യാൻ പറ്റും. അത് IFFK ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ വന്നതാണ് 2019. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും, എന്നാൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസും ഉണ്ട്, ഇതിനെ എങ്ങനെ മാക്സിമം പുഷ് ചെയ്യാം. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആവാസ എന്നുള്ള സിനിമ ഉണ്ടായത്. അപ്പോൾ എന്നോട് ഇതിൻ്റെ ആദ്യത്തെ ഐഡിയ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു നറേറ്റീവാണ്. അതേപോലെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് അല്ല ആദ്യം എന്നോട് പറഞ്ഞത്. നമ്മളൊരു കുറച്ച് പോർഷൻസ് ആണ് പറഞ്ഞത്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുകയും കോവിഡ് വന്ന് ഷൂട്ടിൽ നിന്ന് പോവുകയും പിന്നീട് കോവിഡ് കണ്ടന്റിലേക്ക് വരികയൊക്കെ ചെയ്യും. ഇപ്പോൾ ഓരോ പീരീഡ് ഓഫ് ടൈം ഇവോൾവ് ആയ ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ഞാനതിൽ ചെയ്തതൊരു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പരിപാടി ആദ്യത്തെ ദിവസം തന്നെ പിടിച്ചു. കണക്ക് വലുതായിട്ട് വലിയ പ്രിപ്പറേഷൻ ഒന്നും അല്ല, ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധി ആയേക്കുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ മതി എന്നുള്ളത്. ബാക്കി എൻ്റെ സംവിധായകൻ തന്നെയാണ് എന്നെ അത് മൗൾഡ് ചെയ്ത് നമ്മൾ പുള്ളി പറയുന്നത് ചെയ്തത്. ഞാൻ എപ്പോഴും ഒരു ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സംവിധായകൻ പറയുന്നതാണ് അൾട്ടിമേറ്റ്. അപ്പം അവർക്ക് എന്ത് ഔട്ട് വേണോ അത് കൊടുക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ആവാസത്തിലേക്കുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും ഏറ്റവും പുതിയ റിലീസാണ്. അപ്പോൾ അതിലെ കഥാപാത്രം ടൊവിനോയുടെ കഥാപാത്രത്തിന് പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കുന്ന അന്വേഷണ സംഘത്തിലെ ഏറ്റവും ബോൾഡായെന്ന് തോന്നിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. എങ്ങനെയാ ആ ഗ്രാഫും ആ സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ എങ്ങനെയാണ്? അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നോട് എന്നെ എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആദ്യം ബലിന്താണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ഇപ്പോൾ നിങ്ങളൊന്ന് ഓഫീസിലേക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ ഓഫീസിൽ ചെന്നു, ഡയറക്ടറെ കണ്ടു. അപ്പം ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പുള്ളി അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ഒരു പരിപാടികൾ പറയുകയും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫുൾ ലെങ് ക്യാരക്ടർ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ചെയ്തിട്ടില്ല. അപ്പം നല്ലൊരു സിനിമയുടെ ഭാഗമായി തുടങ്ങണം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇപ്പം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതേവരെ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് പരിപാടി ചെയ്തിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് പടമാണ്. അങ്ങനെ അപ്പം ഡയറക്ടർ പറഞ്ഞു, ബ്രോ പേടിക്കണ്ട, എൻ്റെയും ഫസ്റ്റ് പടമാണ്, കൂടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ പുള്ളിയെ ട്രസ്റ്റ് ചെയ്ത് കൂടെയൊക്കെയാണ്. പുള്ളി അത്രയും കൺവിക്ഷനോട് കൂടിയാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പം സിനിമ കാണുമ്പോൾ മനസ്സിലാവും, കാരണം ഒരു ബഹളങ്ങളും ഇല്ലാത്ത എന്നാൽ നല്ല ഒരു ത്രില്ലർ. അപ്പം നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ ചർച്ചകൾ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പം സീക്വൽ സംഭവിച്ചാൽ അത്രയും സന്തോഷം. ഫസ്റ്റ് ഡേ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ആദ്യത്തെ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് സെറ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ടോവി ഇങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് പോകാൻ ഞാനത് ഹീസ് എ സ്റ്റാർ. അപ്പം നമുക്ക് എങ്ങനെ എനിക്ക് എപ്പോഴും സംസാരിച്ച് തുടങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി നേരെ വന്ന് കൈ വന്ന് ആ ഒരു ഐസ് പുള്ളി തന്നെ ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു 10-60 ദിവസം ഭയങ്കര ഫണ്ണായിരുന്നു. അതിലും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, March 25.
അപ്പം ഞാൻ സെറ്റിൽ പറഞ്ഞില്ല, കാരണം ഒരു 10-150 പേരുള്ള സെറ്റിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടാവും. അപ്പം വെറുതെ നമ്മൾ പറഞ്ഞ് എന്തിനാ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് സിംഗർ സൂരജ് സന്തോഷ്. സൂരജ് ടോവിയോട് പറയുകയും അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ റൂമിൽ ഇരിക്കുകയായിരുന്നു, എല്ലാവരും കൂടെ റൂമിലൊരു കേക്കൊക്കെ ആയിട്ട് വരികയും അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ വേറെന്തോ ഒരു ബഹളത്തിനിടയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടെ പെട്ടെന്നൊരു പടം പോലെ കേക്കൊക്കെ ആയിട്ട് വന്ന് പിന്നെ അന്ന് നൈറ്റ് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എങ്ങനെയുണ്ട് ഷൂട്ടിനിടയ്ക്ക് ഒരുപാട് ആഹാരം നമുക്ക് പലയിടത്തുനിന്നായിട്ട് മേടിച്ച് തന്നിട്ടുണ്ട്. ഇപ്പം വളരെ നല്ല എക്സ്പീരിയൻസ്, ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു അന്വേഷിക്കാൻ കണ്ടത്. ഇപ്പൊ താങ്കൾ എന്ന് പറയുന്ന ഒരു നടന്റെ മുഖം പ്രേക്ഷകന് കൂടുതൽ രജിസ്റ്റർ ആവുന്നത് ആവാസവ്യൂഹത്തിലൂടെ, പിന്നെ പുരുഷ പ്രേതത്തിനും ഒരു വേഷം ചെയ്തിരുന്നു അല്ലേ? അപ്പൊ കൃഷ്ണാനന്ദ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ ഒരു ഹീറോ എന്നുള്ള ഒരു ഇമേജ് മാറിയിട്ടാണ് ഇപ്പോ അന്വേഷിപ്പിൻ കണ്ടെത്തല് പുതിയ വേഷങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നിരവധി വേഷങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിരുന്നത് ഒരുപക്ഷെ ഈ എല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്. ആവാസവ്യൂഹം ഒരുപക്ഷെ ഒരു സാധാരണക്കാരന് ചിലപ്പം പെട്ടെന്ന് അതിന്റെ ആശയം എന്താണെന്ന് ഉൾക്കൊള്ളുന്നതല്ല. എന്നാൽ പുരുഷപ്രേതം എല്ലാവർക്കും വളരെ മനസ്സിലാവുകയും ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ്, ഡാർക്ക് ഹ്യൂമേഴ്സിന്റെ ഒരു എക്സ്ട്രീം പീക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം കിട്ടുന്ന കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഇത്തരം സിനിമകളുടെ ഭാഗമായി പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. ഇപ്പം കൃഷ്ണാന്തന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാവർക്കും പുള്ളിനോട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞങ്ങൾ സിനിമയിൽ വന്ന സുഹൃത്തുക്കളായവരല്ല, അതിനു മുമ്പേ സുഹൃത്തുക്കളാണ്. അപ്പം എന്നോട് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നുപോലും സിനിമയാക്കണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ ഏത് പുള്ളി ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഏത് കഥാപാത്രം പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറ് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസിൽ പ്രൊട്ടഗോണിസ്റ്റ് അല്ല ഞാൻ, വില്ലനാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ വേറൊരു സിനിമ, ഇതിനിടയ്ക്ക് ഒരു ചെറിയ സിനിമ ചെയ്തു, ഇപ്പോൾ ആവാസവ്യൂഹം പോലെ. അപ്പം അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനൊരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. അപ്പം ഹീ നോസ് മീ വെരി വെൽ. എനിക്ക് ഏറ്റവും ഏത് ക്യാരക്ടർ ചെയ്താലാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക എന്ന് നോക്കിയിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അതും പുരുഷപ്രയത്തിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാനാണ്. അപ്പം എനിക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രം ഏതാണെന്ന് നോക്കി ഞാൻ തന്നെയാണ് അത് സെലക്ട് ചെയ്തത്. അല്ലാണ്ട് ഇപ്പം അതുമല്ല, ഈ ആദ്യത്തെ 2 സിനിമകളിൽ ഞാൻ സാഹചര്യങ്ങൾ കൊണ്ട് നായകനായി പോയതാണ്. ശരിക്കും ആവാസവ്യൂഹത്തിൽ ഞാൻ ആദ്യം വില്ലൻ കഥാപാത്രമായിട്ടാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് നായകനായിട്ട് അഭിനയിക്കേണ്ട പയ്യൻ വേറൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും എന്നെ അതിലേക്ക് പിടിച്ചിരുന്നു. കാരണം ഐ ബിലീവ് കൃഷ്ണാന്തന്റെ ഗോ ടു ആക്ടറാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും എനിക്ക് പുള്ളിയോട് വർക്ക് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ അതൊരു ഫണ്ണും കൂടിയാണ് ടു വർക്ക് വിത്ത് ദ ഹോൾ ടീം. നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്കുകൾ ചെയ്ത് സുഹൃത്തുക്കളായവരാണ്. അപ്പം ഒരിക്കലും അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സേ അല്ല, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും. ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ ചിത്രത്തിൽ തന്നെ 6 മണിക്കൂറോളം മേക്കപ്പ് ചെയ്യുക, അത്രയും കഷ്ടപ്പെട്ട് അഭിനയിക്കുക. അപ്പം സിനിമയിലേക്ക് കടന്നു വന്ന വഴിയും അത്രയും ഹാർഡായിരുന്നു. എനിക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു. സിനിമ എന്നും ഒരു ആഗ്രഹമാണ് മനസ്സിൽ. എന്ന് വെച്ച് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കളഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്ന് പറയുമ്പോഴും എൻ്റെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഉള്ളിലാണ്. ഇപ്പോൾ പുറമേക്കാർക്ക് നോക്കുന്നതിൽ അറിയില്ല. കാരണം ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ട് ഇത് പെർസീവ് ചെയ്യുക, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടി നടക്കുക എന്നൊക്കെ പറയുന്നത് വേറെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. എനിക്ക് ആഹാരം കഴിക്കാനില്ലാത്തതിൻ്റെയോ റിജക്ഷൻസിൻ്റെയോ ഒന്നും വലിയ കഥകളൊന്നും എനിക്ക് പറയാനില്ല. ബട്ട് വേറെ കുറച്ച് ഇൻറ്റേർണൽ സ്ട്രഗിൾസ് ഉണ്ട്. അത് എന്നെ പറയുന്ന ഒരുപാട് പേർക്കുണ്ട്. അപ്പം പക്ഷേ നമ്മൾ ഇവൻച്വലി നമ്മളിതിൻ്റെ ഒരു ഫണ്ണിലാണ്. നമ്മുടെ ഒരു ട്രിപ്പ് ഇതിൻ്റെ ഒരു ഫണ്ണാണ്. ഈ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിൻ്റെ അതിൻ്റെ ഭാഗമാകുക. നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ട് ഇതിനെ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു സ്ട്രെസ് ബസ്റ്ററൊക്കെ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. 24 hours ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്കെഡ്യൂളുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. പടങ്ങൾ വരുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. റിലീസിനുള്ളത് ഇപ്പം അഭിലാഷം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിൻ്റെ ഡബിനാണ് ഇപ്പം വന്നത്. ടർബോ ഉണ്ട് നമുക്കിടെ കൂടെ. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പുതിയ ഫിലിം, ആന്റണി പെപ്പെ നായകനായിട്ടുള്ള ഫിലിം, അതിൻ്റെ ഷൂട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോണി ലിവിൻ്റെ ഒരു സീരീസ് ഉണ്ട് കൃഷ്ണാന്തേട്ടൻ്റെ തന്നെ. പിന്നെ കൃഷ്ണാന്തേട്ടൻ്റെ ഒരു സിനിമ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം കറൻ്റ്ലി ഇത്രയാണ് പരിപാടികൾ. മമ്മൂക്ക മുൻ ചിത്രങ്ങൾ വല്ലതും കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ മൊമെന്റ്സ് ഉണ്ടോ? നമുക്ക് സെറ്റിൽ സംസാരിക്കും. പക്ഷെ എനിക്ക് പോയി സംസാരിക്കാനൊരു ചെറിയ പേടിയാണ്. അപ്പം ഞാനിങ്ങനെ മാറി നിൽക്കും. ഇടയ്ക്കിങ്ങനെ കാണുമ്പോഴത്തേക്കും തേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു 60 തീരുന്ന ദിവസം ഷോട്ടിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തിരിഞ്ഞിട്ട് നീ സീരീസിലില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ട്. ശരി നന്നാവട്ടെ എന്ന് പറഞ്ഞ് പോയി. അത്രയൊക്കെ എനിക്ക്. അല്ലാണ്ട് മമ്മൂക്കായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എവിടെയുള്ളൊരു പേടി കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും VTV ഭാരതിനോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.